നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിചിത്ര മുസ്ലിം സംഘടനയായ കൊരൂൽ ത്വരീഖത്തിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. താടി വയ്ക്കരുത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്, മതസ്ഥരുമായി ബന്ധം പാടില്ല തുടങ്ങി വിചിത്ര വിശ്വാസങ്ങളാണ് സംഘടനയ്ക്ക്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ട് പോലും സംഘടന പ്രവർത്തനം തുടരുകയാണ് എന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ ചേരും. അതിനു മുൻപ് ഈ വാർത്ത നമുക്കൊന്ന് കാണാം. കേട്ടുകേൾവി പോലുമില്ലാത്ത വിചിത്രമായ ആചാരങ്ങളും വിശ്വാസങ്ങളും. പുരുഷന്മാർ താടി വെക്കരുത്, അന്യമതസ്ഥരുമായി ബന്ധം പുലർത്തരുത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ വിചിത്ര വിശ്വാസങ്ങൾ പിന്തുടരുന്ന സംഘടനയാണ് കൊരൂൽ ത്വരീഖത്ത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൊരൂൽ ത്വരീഖത്ത് എന്ന മുസ്ലിം സംഘടനയുടെ പ്രവർത്തനം. കൊടുവള്ളി സ്വദേശി വില്യാപ്പിച്ചിയുടെ പിന്മുറക്കാരൻ ഷാഹുൽ ഹമീദാണ് സംഘടനയുടെ പ്രവാചകൻ. നക്ഷബന്ദിയ ത്വരീഖത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇതിൻ്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത്, ഒരു ഗുരുവായിട്ടാണ് കാണുന്നത്. സംഘടനയിൽ അംഗമായാൽ പിന്നെ അടിമയാണ്. താലിബാന്റെ അതേ ഭരണം. സംഘടന എന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം, അനുസരിക്കണം. സംഘടനയിൽ അകത്തുനിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പ്രണയത്തെ പൂർണ്ണമായും എതിർക്കുന്നു. സംഘടനയ്ക്കുള്ളിലുള്ള പുരുഷന്മാർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്, താടി വെക്കരുത്. മാത്രമല്ല, സംഘടനയിൽപ്പെട്ട ആരെങ്കിലും മരിച്ച 3-ാം ദിവസം അവരുടെ സ്വർണവും പണവും ഷാഹുൽ ഹമീദ് എന്ന ഗുരുവിനെ ഏൽപ്പിക്കണം. ഇങ്ങനെ അതിവിചിത്രമാണ് സംഘടനയുടെ വിശ്വാസവും പ്രമാണവും. പുതുതായി സംഘടനയിലേക്ക് ആളുകളെ എടുക്കില്ലെന്നതും ഇവരുടെ പ്രഖ്യാപിത നിലപാടാണ്. വോട്ട് പോലും ആർക്ക് ചെയ്യണമെന്ന് കൊരൂൽ ത്വരീഖത്ത് തീരുമാനിക്കും. കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംഘടന പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംഘടനയിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ട വ്യക്തിയുടെ സ്വർണവും പണവും 3-ാം ദിവസം പ്രവാചകനായ ഷാഹുൽ ഹമീദിന് നൽകണം. സംഘടനയെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള പ്രധാന ശിക്ഷ ഊരുവിലക്കാണ്. ഭാര്യയാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയുമായി പിന്നീട് ഒരു ബന്ധവും വെച്ചു പുലർത്താൻ പാടില്ല. അങ്ങനെ ഊരുവിലക്കിയ ദമ്പതികളാണിത്. പ്രസ്ഥാനത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഭ്രഷ്ടാണ്. അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്, ഒരു അവകാശമുണ്ട് ആളുകൾക്ക്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്തു വന്നതാണ്. പുറത്തു വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. കൊരൂൽ ത്വരീഖത്തിലെ അംഗങ്ങൾ നിയമം ലംഘിച്ചാൽ അവരെ തിരിച്ചെടുക്കണമെങ്കിൽ സംഘടനാ പ്രവാചകനായി കാണുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ 10 ദിവസത്തോളം രാവും പകലും നിൽക്കണം. ശേഷം അകത്തു കയറി മാപ്പ് പറയാൻ അനുവാദം കിട്ടും. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് കൊരൂൽ ത്വരീഖത്തെങ്കിലും സംഘടനയിൽ തെരഞ്ഞെടുപ്പ് പോലും നടക്കാറില്ല. മനുഷ്യാവകാശ ലംഘനം നടത്തിയതിന്റെ പേരിൽ കൊരൂൽ ത്വരീഖത്ത് എന്ന സംഘടനയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കേസെടുത്തിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും സംഘടനയുടെ വിശ്വാസങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ നാളിതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിലൊരു സംഘടനയെ ആര് പിടിച്ചുകെട്ടും? ഇനി അത് മാത്രമാണ് അറിയാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം. വിവരങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനഘ, വളരെ പ്രാകൃതമായ പല കാര്യങ്ങളുമാണ് ഈ കൊരൂൽ ത്വരീഖത്ത് എന്ന സംഘടന പിന്തുടരുന്നത്. ഒപ്പം തന്നെ ഈ സംഘടനയ്ക്കെതിരെ രംഗത്ത് വരുന്നത് മുസ്ലിം മതവിശ്വാസികൾ തന്നെയാണ്. ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു അനഘ. രാഖി, തീർച്ചയായും ഒരു നവോത്ഥാന സമൂഹത്തിൽ ഇത്തരത്തിലൊരു കൊരൂൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന പിന്തുടരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എന്ന് പറയുന്നത് എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്ന തരത്തിൽ, അതായത് ഈ കൊരൂൽ ത്വരീഖത്ത് എന്ന സംഘടനയുടെ പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ താലിബാൻ മോഡൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ സംഘടനയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ്. കോഴിക്കോടും അതുപോലെ മലപ്പുറം, വയനാട് ഈ 3 ജില്ലകളിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ സംഘടനയിൽ 5000-ത്തിലധികം, 1-2 അല്ല 5000-ത്തിലധികം പ്രവർത്തകർ അല്ലെങ്കിൽ ഈ സംഘടനയെ വിശ്വസിക്കുന്ന ആളുകൾ ഈ സംഘടനയിൽ ഉണ്ട് എന്നതാണ്. അവർ അതിൽ നിന്ന് പുറത്തു വരാൻ ഒരു കാരണവശാലും അവർക്ക് ഈ സംഘടനയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ സംഘടന പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഈ സംഘടനയിലുള്ള ആളുകൾ ഒരു കാരണവശാലും അന്യമതസ്ഥരുമായി വലിയ രീതിയിലുള്ള ബന്ധം പുലർത്താൻ പാടില്ല. സംഘടനയിലെ ഉള്ളിലുകത്തുള്ള പുരുഷ
പുരുഷന്മാർ താടി വെക്കാൻ പാടില്ല, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സംഘടനയ്ക്കകത്ത് നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന്, ഈ സംഘടനയ്ക്കകത്തുള്ള ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഈ സംഘടനയ്ക്ക് ആഴ്ചയ്ക്ക് ഈ കൊരുൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ഈ സംഘടന ആഴ്ചയിൽ ഇവർക്ക് മീറ്റിംഗ് ഉണ്ട്. ഈ സംഘടനയിലെ എല്ലാ ആളുകൾക്കും പ്രത്യേകം ഓരോ ദിവസത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ 3 ആഴ്ച അടുപ്പിച്ച് ഇത്തരത്തിൽ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിൽ അവരെ സംഘടനയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും, പുറത്താക്കും. അതിനുശേഷം ഇത്തരത്തിൽ പുറത്തു പോയവർക്ക് തിരിച്ച് സംഘടനയ്ക്കകത്തേക്ക് കയറണമെങ്കിൽ ഇവർ പ്രവാചകനായി കണക്കാക്കുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഈ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി തന്നെയായിട്ടുള്ള ഇയാളുടെ കൊടുവള്ളിയിലെ വീട്ടിലെത്തി ഈ വീട്ടിൽ രാവും പകലും ഈ 10 ദിവസത്തോളം ഇതിനു വേണ്ടി അവിടെ കാത്തു നിൽക്കണം. അതിനുശേഷം 10ാമത്തെ ദിവസം ഈ പ്രവാചകനായിട്ടുള്ള ഷാഹുൽ ഹമീദിനെ കാണാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ അദ്ദേഹം മാപ്പ് കൊടുത്താൽ ഈ സംഘടന ഇത്തരത്തിൽ സംഘടനയിൽ നിന്ന് പുറത്തുപോയവരെ തിരിച്ചെടുക്കും എന്നതാണ്. മറ്റൊന്ന്, ഈ സംഘടന എന്ന് പറയുന്നത്, അതായത് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കിയാൽ, വളരെ പണ്ട്, അതായത് മുത്തച്ഛന്മാർ അടക്കമുള്ളവർ ഇതിൽ വിശ്വസിച്ച് വരുന്ന ഈ കൊരുൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഘടനയോട് അനുഭാവം പ്രകടിപ്പിച്ച് അതിനുശേഷം പിന്നീട് അവരുടെ തലമുറ ഈ സംഘടനയോട് യോജിച്ച് പ്രവർത്തിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു വിശ്വാസ പ്രമാണത്തിലോ മറ്റൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അതായത് ഞാൻ ഈ സംഘടനയിൽ അംഗമാണ്, ഞാൻ ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാക്കൾ എന്നെ ഭ്രഷ്ട് കൽപ്പിക്കും, അവർ ഒരു രീതിയിലും സംസാരിക്കില്ല. അതായത് ഇവർക്ക് നൽകുന്ന ക്ലാസ്സിൽ കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ സംഘടനയോട് ഇടയുന്നവർ അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്നവർ സാത്താന്റെ സന്തതികളാണ്. അതുകൊണ്ട് ഒരു രീതിയിലും അവർ നിങ്ങളുടെ മക്കളല്ല, അവരിൽ ഇപ്പോൾ താനാണ് ഉള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത്തരത്തിൽ സംഘടന ഭ്രഷ്ട് കൽപ്പിച്ചാൽ പിന്നീട് ഒരു കുടുംബാംഗങ്ങളും ഇവരുമായി യാതൊരു ബന്ധവും പുലർത്തില്ല എന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് കൃത്യമായി ഈ സംഘടനയിലെ അംഗങ്ങൾ പ്രവാചകനായി വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ഇറക്കുന്ന തിട്ടൂരത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഈ സംഘടന ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആള് പറയുന്നതനുസരിച്ച് മാത്രമാണ് ഈ സംഘടന മുന്നോട്ട് പോവുക. ഇവരുടെ ഇവർ പുണ്യഗ്രന്ഥമായി കാണുന്നത് ഖുറാൻ തന്നെയാണ്. പക്ഷേ ഈ ഖുറാൻ ആണെങ്കിലും നബി അല്ല ഇവരുടെ പ്രവാചകനായി ഇവർ കാണുന്നത് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആളാണ്. അതിനുശേഷം ഈ കുറച്ചു മുൻപ് ഈ ഷാഹുൽ ഹമീദിന്റെ മുത്തച്ഛനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഷാഹുൽ ഹമീദാണ്. ഇനി അടുത്ത ഷാഹുൽ ഹമീദിന്റെ തലമുറ. അങ്ങനെയാണ് ഇവർ പ്രവാചകന്മാരായി കാണുന്നത്. ഇങ്ങനെ അതിവിചിത്രമായ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ നിന്ന് വീർപ്പ് മുട്ടിക്കഴിയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് ഒരു രീതിയിലും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നതാണ്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ കൃത്യമായി സംസാരിച്ചിരുന്നു. ആർക്കും ഇത്തരത്തിൽ ഈ സംഘടനയ്ക്കെതിരെ പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായി രംഗത്ത് വരാൻ കഴിയില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വന്നാൽ ഈ സംഘടനയിൽ നിന്ന് പുറത്താകും, ഭ്രഷ്ട് കൽപ്പിക്കും. അതുകൊണ്ട് ഇവർ പറയുന്നത് ആർക്കും തന്നെ ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ വിശ്വാസ പ്രമാണത്തോട് യോജിച്ചു പോകാൻ ഒരു രീതിയിലും കഴിയില്ല. പക്ഷേ ഈ ഭ്രഷ്ടടക്കം കൽപ്പിക്കുന്നത് കൊണ്ട് ഈ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്നതാണ്. മറ്റൊന്ന്, ഇതിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നവരുടെ വിദ്യാഭ്യാസത്തെ ഇവർ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ്. മാത്രമല്ല 20 വയസ്സാകുമ്പോഴേക്കും ഈ സംഘടനയിൽ കോരുൽ ത്വരീഖത്ത് എന്ന് പറയുന്ന സംഘടനയിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കും. ഈ സംഘടനയ്ക്കകത്തുള്ള ആളുകളുമായി മാത്രമേ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെയല്ല, പുറത്തൊരാളുമായി വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും സംഘടന ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കും. അങ്ങനെ അതിവിചിത്രമായ ഈ നവോത്ഥാന സമൂഹത്തിൽ കേട്ട് കേൾവിയില്ലാത്ത, നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അത്രയധികം പ്രാകൃതമായ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന സംഘടന കൂടിയാണ് കോരുൽ ത്വരീഖത്ത്. ഈ സംഘടന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ സംഘടനയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടും ഈ സംഘടനയുടെ കോരുൽ ത്വരീഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും ഈ ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല. അവർ അതേ വിശ്വാസ പ്രമാണം, അതേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ താലിബാൻ സംവിധാനമാണ് കോരുൽ ത്വരീഖത്ത് എന്ന് പറയേണ്ടി വരും. രാഖി, അനഘ, ഈ നമ്മുടെ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന രീതിയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സ്വയം അവരോധിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ, ഇയാളുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ എന്താണ് അനഘ? ഒപ്പം തന്നെ ഈ 5000-ഓളം പ്രവർത്തകരുണ്ട് എന്ന് പറയുന്നു. അവർ ഈ ഭ്രഷ്ട് ഭയന്ന് മാത്രമാണോ ഈ സംഘടനയിൽ നിലനിൽക്കുന്നത്, അതോ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ?
രാഖി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിഭാഗം, അതായത് ഈ സംഘടനയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഈ സംഘടനയിൽ നിന്ന്, ഈ കോരൽ ത്വരീഖ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പുറത്തു വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അവരുടെ കുടുംബവുമായി പിന്നീട് ബന്ധമുണ്ടാവില്ല, അച്ഛനും അമ്മയുമായി പിന്നീട് ബന്ധമുണ്ടാവില്ല. അതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഓരോ ആഴ്ചയിലും നടത്തുന്ന ഈ കോരൽ ത്വരീഖ് എന്ന് പറയുന്ന ഈ സംഘടന നടത്തുന്ന ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലരും അതൊക്കെ പേടിച്ചുകൊണ്ടാണ് ഇതിലേക്ക് നിൽക്കുന്നത്. മറ്റൊന്ന്, ഇവർ പ്രവാചകനായി കൽപ്പിക്കുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി വലിയ രീതിയിൽ ഈ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് വലിയ പണം ഉണ്ടാക്കിയ ആൾ കൂടിയാണ്. മാത്രമല്ല, ഈ സംഘടനയിൽപ്പെട്ട മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ സംഘടനയിൽപ്പെട്ട ഈ കോരൽ ത്വരീഖിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ആ മരിച്ചതിന് ശേഷം 3-ാമത്തെ ദിവസം ഈ മരിച്ച വ്യക്തിയുടെ സ്വർണവും, അവരുടെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത്, ഈ സ്വർണവും പണവും ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഇവർ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന അയാൾക്ക് 3-ാം ദിവസം അയാളുടെ വീട്ടിലെത്തി അയാൾക്ക് സമർപ്പിക്കണം എന്നതാണ്. അത് കാലങ്ങളായി ഇത് സമർപ്പിച്ചു വരുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, ഈ ഷാഹുൽ ഹമീദ് പറയും, അതായത് ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ മാസവും ഇത്ര തുക ഓരോ വ്യക്തിയും തരണമെന്ന് പറയുന്നത്. ഞാൻ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ്. 30,000 രൂപ ഒരു മാസം ഇത്തരത്തിൽ സംഘടനയുടെ പ്രവർത്തനത്തിന് തനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വേദനയോടെ പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഇത്രയധികം പ്രാകൃതമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഈ സംഘടനയിലെ ആളുകളെ ഊറ്റിക്കൊണ്ട് ജീവിക്കുക, അതാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന പ്രവാചകൻ എന്നാണ് ഈ സംഘടനയിൽ നിന്ന് പുറത്തു വന്നവർ പറയുന്നത്. ഇദ്ദേഹത്തിന് കോഴിക്കോട് കൊടുവള്ളിയിൽ വീടുണ്ട്, വയനാട് വീടുണ്ട്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വീടുണ്ട്. ആർഭാടപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഈ ഷാഹുൽ ഹമീദ് അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും ഇവർക്കില്ല എന്നതാണ്. ഇവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. TV ഉപയോഗിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഹജ്ജ്, മുസ്ലിം വിശ്വാസ പ്രമാണമുള്ള അടക്കമുള്ള ഈ ഹജ്ജിനെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ഇവരുടെ അടിസ്ഥാനപരമായ ഇവരുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ഖുറാൻ തന്നെയാണ്. പക്ഷേ ഇവരുടെ പ്രവാചകൻ എന്ന് പറയുന്നത് നബിയല്ല, അത് ഷാഹുൽ ഹമീദാണ്. ഈ ഷാഹുൽ ഹമീദിന് ശേഷം അടുത്ത് വരുന്ന ആരാണോ അതാണ് ഇവരുടെ അടുത്ത പ്രവാചകനായിട്ട് ഉണ്ടാവുക എന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്, മലപ്പുറം, വയനാട് ഈ ഭാഗങ്ങളിലാണ് ഇവരുടെ പ്രവർത്തനം ശക്തമായിരിക്കുന്നത് എന്നതാണ്. ഈ സംഘടനയ്ക്കകത്തുള്ള കോരൽ ത്വരീഖിൽപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന പെൺകുട്ടികളുടെ 20-ാമത്തെ വയസ്സിൽ ഇവർക്ക് കല്യാണം കഴിക്കേണ്ടി വരുന്നു. അതിന് സംഘടന നിർബന്ധിക്കുന്നു. അതിനുശേഷം ഏറ്റവും അധികം വിവാഹമോചനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ സംഘടനയിൽ നിന്ന് പുറത്തു വന്നവർ പറയുന്നത്. അതായത് വളരെ ഞെട്ടിക്കുന്നതും അവിശ്വസനീയവുമായ പല കാര്യങ്ങളുമാണ് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. താലിബാൻ മോഡലിൽ ഒരു മുസ്ലിം സംഘടന പ്രവർത്തിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം മതവിശ്വാസത്തിന് തന്നെ എതിരാണ് ഈ കോരൽ ത്വരീഖ് എന്ന സംഘടനയുടെ പ്രവർത്തനം. താടി വയ്ക്കരുത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്, അന്യമതസ്ഥരുമായി ബന്ധം പാടില്ല തുടങ്ങി വിചിത്ര വിശ്വാസങ്ങളാണ് ഈ സംഘടന പിന്തുടരുന്നത്. ഒപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘടനയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുന്നുണ്ട് ഈ സംഘടന എന്നുകൂടി ഈ സംഘടനയിൽ നിന്ന് പുറത്തുപോയവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ച് നടക്കേണ്ടതും ഉണ്ട്. അനഘ ഹർഷനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപൊരു ഇടവേള.